ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു പട്ടുപാവാട ബ്ലൗസിൻ്റെ വീഡിയോ ആണ്. പട്ടുപാവാടൻ്റെ വീഡിയോ നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് മാച്ചായിട്ടുള്ള ബ്ലൗസ് എങ്ങനെയാണ് അടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തുണി ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ അളവുകൾ അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് വിഡ്ത്താണ് ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ഷോൾഡറും 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് നേരെ താഴേക്ക് 4.5 ഇഞ്ച് ആം ഹോള് അടയാളപ്പെടുത്തി കൊടുക്കുക. 4.5 ഇഞ്ച് ആം ഹോള് അടയാളപ്പെടുത്തിയതിന് ശേഷം അത് നേരെ താഴേക്കായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ചെസ്റ്റ് റൗണ്ടാണ് വന്നിട്ടുള്ളത്. ചെസ്റ്റ് റൗണ്ട് വന്നിട്ടുള്ളത് 6.5 ഇഞ്ചാണ് അളവ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രസ്സിൻ്റെ ലെങ്ത്താണ് വന്നിട്ടുള്ളത്. ലെങ്ത്ത് 10 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏറ്റവും അടിഭാഗത്തെ അളവ് നമ്മൾ ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് എടുത്ത അളവിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5.5 + 1 6.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ചെസ്റ്റ് റൗണ്ടിൽ നിന്ന് നേരെ താഴേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ അളവ് വന്നിട്ടുള്ളത്. ബ്ലൗസ് നെക്ക് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നില്ല. നെക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. നെക്ക് ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് നെക്കിൻ്റെ ഭാഗം ഒഴിവാക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡ് വരച്ചതിന് ശേഷം ആം ഹോളും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. 1 ഇഞ്ച് വെച്ചിട്ട് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ആം ഹോള് ഇതുപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2.5-3 വയസ്സ് പ്രായമുള്ള കുട്ടീൻ്റെ അളവിലാട്ടോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ ഒരളവിലാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ചാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് തെന്നിപ്പോവാതിരിക്കാനായിട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുത്തി വെക്കാം. ഇപ്പം ഞാൻ പിന്നെ ചെയ്ത് വെച്ചിട്ടില്ല. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നെക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. ആദ്യം തന്നെ നെക്ക് വിഡ്ത്ത് 2.5 അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നെക്ക് വിഡ്ത്ത് എടുത്തെടുത്തുനിന്ന് താഴിലേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇതാണ് നെക്കിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളത്. നെക്ക് ഇതിൽ നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്കിൻ്റെ അളവൊന്ന് കറക്റ്റ് നോക്കാൻ വേണ്ടിയാണ് ഇതിൽ വരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിലാണ് നെക്ക് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ക്യാൻവാസിൽ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ 8 ഇഞ്ച് ഈ ഒരു അളവാണ് ക്യാൻവാസിൽ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 8 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. ആ 8 ഇഞ്ച് നമുക്കിതിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. ടേപ്പ് ഇതുപോലെ പിടിച്ചതിന് ശേഷം 8 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് അടയാളപ്പെടുത്തിയതിന് ശേഷം അടുത്തതായിട്ട് നെക്ക് വിഡ്ത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 2.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടുന്ന് നേരെ താഴേക്കായിട്ട് ഒരു 3 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഷേപ്പിൽ 8 ഇഞ്ച് അടയാളപ്പെടുത്തിയടുത്തേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ളതിൽ ഒരു 1 ഇഞ്ച് വെച്ച് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ തന്നെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പം ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നെക്ക് വന്നിട്ടുള്ളത്. ബാക്ക് നെക്ക് ഈ ഒരു ഷേപ്പിലാണ് ബാക്ക് നെക്ക് വന്നിട്ടുള്ളത്.
ഇനി അടുത്തത് ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ടും നമുക്ക് ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതും നെക്ക് വിഡ്ത്ത് 2.5 തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2.5 ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴേക്കായിട്ട് 3.5 ഇഞ്ച് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് താഴേക്കൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ച് താഴേക്ക് വരച്ചതിന് ശേഷം നമ്മൾ അടിഭാഗം ഒന്ന് 2.5 ഇഞ്ച് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. സിംഗിൾ ഫോൾഡ് ചെയ്തിട്ട് മടക്കിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 1 ഇഞ്ച് വെച്ച് ഇതുപോലെ ഒന്ന് വരച്ച് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നെക്ക് ഏതാണ് വേണ്ടത്, റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഷേപ്പ് അതൊന്ന് 1 ഇഞ്ച് വെച്ച് ഇതേപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ലൈനിങ്ങും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലൈനിങ് നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്ത് വെച്ച ആ ബോഡി പാർട്ട് മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ലൈനിങ് വെക്കുന്ന സമയത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കിയിട്ട് വേണം വെക്കാനായിട്ട്. ലൈനിങ്ങിൻ്റെയും നെക്ക് കട്ട് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. നെക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പം അടുത്തതായിട്ട് ക്യാൻവാസ് ഒരു ലൈനിങ് ക്ലോത്തിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ചതിന് ശേഷം ചുറ്റിലും ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം ഒഴിവാക്കി വിട്ടിട്ട് ബാക്കി വന്നിട്ടുള്ളത് ഇതുപോലെ അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അയൺ ചെയ്യുന്ന സമയത്ത് പശയുള്ള ഭാഗം, ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം തുണിയിൽ ആവുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാനായിട്ട്. അയൺ ചെയ്തതിന് ശേഷം സൈഡ് വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി ചുറ്റിലൊന്ന് തയ്ച്ചു കൊടുക്കുക. ക്യാൻവാസ് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് നെക്ക് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇതിൻ്റെ നടുവിലൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആദ്യം നല്ല മെറ്റീരിയലിൻ്റെ നല്ല വശം മുകളിലാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത്. ക്യാൻവാസും കറക്റ്റ് നടു കറക്റ്റാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നടുവിൽ നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുള്ള ആ ഭാഗമില്ലേ, അത് ഇതുപോലെ ഒരേപോലെ നടുവിലാക്കി വെച്ചതിന് ശേഷം ക്യാൻവാസിൻ്റെ ചുറ്റിലും ഉൾഭാഗത്ത് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് ഫ്രണ്ടും ചെയ്യുന്നത്. ബാക്ക് വെച്ചതുപോലെ തന്നെ ആദ്യം നല്ല മെറ്റീരിയലിൻ്റെ നല്ല ഭാഗം മുകളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഉൾഭാഗം അടിയിലാക്കി നല്ല ഭാഗം മുകളിൽ കാണുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ വെച്ചതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ സ്റ്റിച്ചാക്കി എടുത്തിട്ടുള്ള ക്യാൻവാസ് ഇല്ലേ, അതും ഒന്ന് വെച്ച് കൊടുക്കുക. ക്യാൻവാസ് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് നടുവിലൊന്ന് കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ഏത് ഷേപ്പാണോ ആ ഒരു ഷേപ്പിൽ നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും 2 നെക്കും ആ ഒരു ഷേപ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിൻ്റെ ഷോൾഡർ 2 ആം ഹോള് അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും രണ്ടിൻ്റെയും അടിഭാഗവും 2 ഷോൾഡറും ആം ഹോളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം അടിച്ചെടുക്കുന്നില്ല കേട്ടോ. സൈഡിലേക്കൂടിയാണ് നമ്മൾ ഇത് മറിച്ചിട്ടെടുക്കുന്നത്. സൈഡ് ഭാഗം ഒഴിവാക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഭാഗമാണ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുള്ളത്. അടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മൊത്തമായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം അടിച്ചെടുത്തിട്ടുള്ള സൈഡില്ലേ, ഷോൾഡർ, ആം ഹോള്, പിന്നെ ഈ അടിഭാഗം, പിന്നെ ഫസ്റ്റ് അടിച്ചെടുത്തിട്ടുള്ള നെക്ക്, അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കട്ടിട്ടതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. രണ്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും രണ്ടിൻ്റെയും
ഭാഗം ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുത്തതിന് ശേഷമാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ കട്ടാക്കുന്ന സമയത്ത് നൂല് കട്ടായി പോയേക്കറ്. നൂല് കട്ടായി പോവാതെ പതുക്കെ ശ്രദ്ധിച്ച് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ദാ ഈ ഒരു സൈഡിലേക്കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഷോൾഡറൊക്കെ ഒന്ന് ശരിക്കും ലെവലായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഭാഗം നമുക്കൊരു പിന്ന് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഈ ഒരു ഭാഗം കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ലൈനിങ് വെക്കുന്നതെങ്കിൽ ലൈനിങ് വെച്ചത് കാണാൻ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. നമ്മൾ തയ്യെ തുമ്പൊന്നും എവിടെയും കാണാനുണ്ടാവില്ല. എല്ലാം അകത്തേക്ക് പോയിട്ട് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. ഇനി ഇതുപോലെ തന്നെ ബാക്ക് പാർട്ട് ചെയ്തെടുക്കാം. മൊത്തമായിട്ട് കട്ടിട്ടതിന് ശേഷം മറിച്ചിട്ടിട്ട് ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ആദ്യത്തേത് ചെയ്തതുപോലെ തന്നെ കേട്ടോ. 2 ആം ഹോള്, പിന്നെ ഷോൾഡർ, നെക്ക്, അടിഭാഗം ഇതൊക്കെ ഒന്ന് കട്ടിട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പതുക്കെ വേണം കട്ടിട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ സ്പീഡ് കൂട്ടിയതാണ്. നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് പതുക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇനി ഇത് ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കണം. പ്രസ് സ്റ്റിച്ചും നമ്മൾ ഇപ്പം ചെയ്ത ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. 2 ആം ഹോള്, പിന്നെ ഷോൾഡർ, അടിഭാഗം ഈ ഒരു ഭാഗങ്ങളിലാണ് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നത്. നെക്കും ഈ ഒരു ഷേപ്പിൽ കൊടുത്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡീൻ്റെ നെക്ക് ഈ ഒരു ഷേപ്പിലാട്ടോ വരുന്നത്. ബാക്ക് നെക്ക് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അടിഭാഗത്ത് ബൗ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് രണ്ടിൻ്റെയും ഷോൾഡർ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഈ സമയത്ത് സൈഡും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കൈ വെക്കുകയാണെങ്കിൽ സൈഡ് ഈ ഒരു സമയത്ത് അടിച്ചു കൊടുക്കണ്ട. ഞാൻ ആദ്യമേ അടിച്ചു കൊടുത്തിട്ടുണ്ടായിന്. കൈ വെച്ചതിന് ശേഷം മാത്രം സൈഡ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. കൈ മുതൽ അടിഭാഗം വരെ അടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പം അടുത്തതായിട്ട് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ 2 തുണികൾ എടുത്തിട്ടുണ്ട്. 17 ഇഞ്ച് വിഡ്ത്തിലും 5 ഇഞ്ച് ലെങ്ത്തിലും വരുന്ന 2 തുണികളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തുണി നടുവനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ നടുവിലൂടെ ഒന്ന് ഇതുപോലെ മടക്കി നേർപകുതിയാക്കാം. പഫ് സ്ലീവാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. പഫ് സ്ലീവ് ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേക മെഷർമെൻ്റൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിഡ്ത്ത് എടുക്കാം കേട്ടോ. നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റൊന്നുമില്ല. ഇനി ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് നടുവിലൊന്ന് കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഷേപ്പില്ലേ, ആ ഷേപ്പിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിലായിട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ നടുവിലായിട്ടാണ് ചുരുക്കിട്ട് കൊടുക്കുന്നത്. അതിന് വേണ്ടിയാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ നടുവിലായിട്ട് ഇനി ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ പോയിന്റ് മുതൽ മറ്റേ അറ്റം വരെ ഇതുപോലെ ചുരുക്കിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് വെച്ച് അടിച്ചു കൊടുക്കുക. 2 സ്ലീവും ഇതുപോലെ തന്നെ ആട്ടോ ചെയ്യുന്നത്. 2 സ്ലീവും ഇതുപോലെ ചുരുക്കിട്ട് അടിച്ചു കൊടുക്കുക. രണ്ടും ഞാനിപ്പം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മറ്റേ അറ്റവും നടുവിലായിട്ട് നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് തന്നെ അത്ര വരെ ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുക. 2 ഭാഗവും ഇതുപോലെ ചുരുക്കിട്ട് കഴിഞ്ഞാൽ നല്ല പഫായിട്ട് നല്ല ബൗളായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുക. ചുരുക്കിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നെങ്കിൽ അയൺ ചെയ്തെടുക്കുക. ആദ്യത്തെ ചുരുക്കിട്ടതിന് ശേഷം അയൺ ചെയ്തെടുത്തതിന് ശേഷം മറ്റേ ചുരുക്കിടുക. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. അടിച്ച് കഴിഞ്ഞാൽ 2 സ്ലീവ് ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് റൗണ്ടിൽ വെച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാൻവാസ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് 1.5 ഇഞ്ച് ലെങ്ത്തിലും
8 ഇഞ്ച് വിഡ്ത്തിലും ആണ് വന്നിട്ടുള്ളത്. 8 അല്ല 9 ഇഞ്ച് വിഡ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്ലീവ് റൗണ്ട് എത്രയാണോ വരുന്നത് ആ ഒരു അളവാണ് ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ക്യാൻവാസ് ഒരു തുണിയിലേക്ക് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ 2 സ്ലീവിൻ്റെതും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ക്യാൻവാസ് ഇല്ലാതെയും ഇത് ചെയ്തെടുക്കുക കേട്ടോ. ക്യാൻവാസ് നിർബന്ധമൊന്നുമില്ല, ഒന്നുകൂടി ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് ക്യാൻവാസ് വെച്ച് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. സ്ലീവിൻ്റെ ഉൾഭാഗത്താണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത്. ഉൾഭാഗത്ത് വെച്ചിട്ട് അറ്റത്ത് കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉൾഭാഗത്ത് വെച്ച് അടിച്ചതിന് ശേഷം നല്ല ഭാഗത്തേക്കായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്കാക്കി മടക്കി കൊടുക്കുക. മടക്കിയതിന് ശേഷം ഈ ഒരു അറ്റത്തേക്കൂടിയാണ് അടിവ് കൊടുക്കുന്നത്. 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കുക. 2 സ്ലീവും ഇതുപോലെ ഞാൻ അറ്റത്തോടു കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗം കണ്ടതിന് ശേഷം അവിടെ ഒരു കട്ടിട്ട് കൊടുക്കുക. ഈ കട്ടിട്ട ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ബോഡിയില്ലേ, ആ ബോഡീൻ്റെ ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ബോഡീൻ്റെ 2 ഷേപ്പും അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന് നിങ്ങൾ സ്ലീവ് വെക്കുകയാണെങ്കിൽ സൈഡ് അടിക്കുന്നതിന് മുന്നേ ഷോൾഡർ ജോയിൻ ചെയ്ത പാട് സ്ലീവ് വെച്ച് കൊടുക്കാമെന്ന്. ഞാനിപ്പം 2ൻ്റെയും സൈഡ് അടിച്ചതിന് ശേഷമാണ് സ്ലീവ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ സ്ലീവ് ഇല്ലാതെ അടിക്കാമെന്ന് വിചാരിച്ചാണ് ബോഡി അടിച്ചിട്ടുണ്ടായത്. അപ്പം നിങ്ങൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ബോഡി അടിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം സ്ലീവ് വെച്ച് കൊടുത്തതിന് ശേഷം ബോഡി ഷേപ്പ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ മറച്ചിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല വശവും വെച്ചിട്ട് അടിച്ചതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കുക. ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിൽ ഞാനൊരു ചെറിയ ബൗവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബൗ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ബൗവിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ബൗവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്കൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ട് നെക്ക് ഞാൻ റൗണ്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു മോഡലിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. പിന്നെ നെക്കിന് സ്റ്റോണൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ബ്ലൗസിൻ്റെ വീഡിയോ. സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓണത്തിനെല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കാം. പുതിയ വീഡിയോസായിട്ട് നമുക്കിനി വീണ്ടും കാണാം.